ഇത് നമ്മൾ പാലക്കാട് പോയതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ലാസ്റ്റ് നമ്മൾ വന്നത് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഐറ്റംസ് സ്നേക്ക് ഉണ്ടായിരുന്നു. ഇത്രയും സ്നേക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പ്രൈസ് 25 ആണ്, 2 പേർക്ക് 50. മോൻ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ പേരും പിന്നെ സ്നേക്കും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കൂടിനകത്ത് എല്ലാ സ്നേക്കും ഒരുമിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നതും ഉണ്ടായിരുന്നു കേട്ടോ. അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കൂടിനകത്ത് എല്ലാ സ്നേക്കിനെ ഒരുമിച്ചിട്ടേക്കുന്നതുണ്ടോ. ഇത് ഞാൻ ആ ഒരു നെറ്റ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എടുത്തതായിരുന്നു. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ സ്നേക്ക്, ഒന്നും രണ്ടും നല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഒത്തിരി സ്നേക്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്തൊക്കെ ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരിതിനകത്ത് മുതലയും ആമയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ക്ലാരിറ്റി ഇല്ല കാണാനായിട്ട്. അത് സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുമെന്ന് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു വെള്ളത്തിനകത്ത് കാണാൻ പറ്റും. അത് ആ നെറ്റിനകത്തുകൂടി ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചതായിരുന്നു കേട്ടോ. അത് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ആദ്യം വിചാരിച്ചു എന്തോ പ്രതിമയായിരിക്കുമെന്ന്. പിന്നെയാണ് അത് മുതലേ തന്നെ അവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടു നമ്മൾ.
പിന്നെ ഈ ഒരു വലിയ കൂട് സെപ്പറേറ്റ് മലമ്പാമ്പെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ മരത്തിലിങ്ങനെ ചുറ്റിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കൂടിനകത്തോട്ട് പോയി കേട്ടോ. അവിടെ AC ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് മറ്റേ രാജവെമ്പാലുണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. ആ വെള്ളത്തിലൊക്കെ കിടന്നുണ്ടോ, വലിയ പാമ്പാണ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇവിടെ കുറേ ആമകളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിലോട്ട് പോയ സമയത്ത് ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. അതിങ്ങനെ പതിയെ പതിയെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അത് വെള്ളത്തിലിറങ്ങി. ഇവിടെ എന്തോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു AC ഒക്കെ വെച്ച കൂട്. ഇതിനകത്ത് മറ്റേ കൂടിൽ താമസിക്കുന്നില്ലേ രാജവെമ്പാല, അതാണ് കേട്ടോ. AC ഇപ്പോൾ ഓഫാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൂടാണ് കേട്ടോ. അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് പുറത്തിറങ്ങിയപ്പോൾ നല്ല ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അത് സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുകയായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടുത്തെ ബസ്സുകൾക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ ടിക്കറ്റ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല. കൊല്ലത്ത് പോകുമ്പോഴേക്കും പ്രൈവറ്റ് ബസ്സിൽ കയറാറുണ്ട്, അച്ഛൻ്റെ അവിടെ പോകുമ്പോൾ. പക്ഷെ അവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൽ എത്ര റേറ്റ് എന്ന് പറയും, നമ്മൾ കാശ് കൊടുക്കും. ടിക്കറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. KSRTCയിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊരു അതിശയമായിട്ട് തോന്നി. ടിക്കറ്റ് ഇല്ലാതിരുന്ന് ഞാൻ ഇതൊരു ബസ്സിൽ പോയിട്ടില്ല. പിന്നെ അത് ഇങ്ങനെ നല്ലൊരു വ്യൂ ഇങ്ങനെ മോൻ വിളിച്ച് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് ലുലു മോളിൽ പോയി. ഞാൻ എറണാകുളത്ത് പോയിട്ടുള്ളപ്പോഴും അവിടുത്തെ ലുലു മോൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയി കേട്ടോ. അതുപോലെ തന്നെ പാലക്കാട് ലുലു മോൾ ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ലുലു മോൾ ഉണ്ടെന്നുണ്ട്. പിന്നെ അങ്ങോട്ടും പോയി. അതൊരു വിഷു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ തന്നെ ഇതേ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കണ്ടൊരു കാര്യം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇല്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പ് ഉണ്ടല്ലോ, വെജിറ്റബിൾ സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്. ഞങ്ങൾ ചിക്കൻ സൂപ്പ് ഒരു ബോൾ വാങ്ങി. പിന്നെ ഇതേ ഫ്രൂട്ട്സും കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ച്, വേറൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു മോൾ കയറിയിട്ട് തിരിച്ചതേ ഇറങ്ങുവാണ്. അങ്ങനെ പാലക്കാടുള്ള ലുലു മോളും ഞങ്ങൾ കണ്ടു. തിരിച്ച് കുറച്ച് നേരം അവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. ബസ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു പ്രൈവറ്റ് ബസ് വന്നു, അതിൽ കയറി ഞങ്ങൾ തിരിച്ച് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ. അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ വഴിയിലുള്ള തട്ടുകടയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി. ഇവിടെ ഫുഡ് കുഴപ്പമില്ല. രാവിലെ ഈ ദിവസം രാവിലെ കിട്ടിയ ഫുഡിനേക്കാളും വേറെ നല്ല ഫുഡ് എവിടെയും കിട്ടിയില്ല കേട്ടോ. ഇത് കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഇവിടെ റൂമിലെത്തി. ഇന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണി 1:30 ആകുമ്പോഴാണ് ട്രെയിന്. അപ്പം വെളുപ്പിന് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് KSRTC ബസ്സിലാണ് ഞങ്ങൾ കയറി റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് അവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ഡ്രിങ്ക്സും പിന്നെ സ്നാക്സൊക്കെ വാങ്ങിയായിരുന്നു. ട്രെയിനിലൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് സ്നാക്സൊക്കെ വാങ്ങി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു. ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ രാത്രിയത്തെ വ്യൂ. അങ്ങനെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. കാര്യം ഞങ്ങൾ നേരത്തെ ആണല്ലോ എത്തിയത്. അപ്പം ട്രെയിൻ വരുന്നത് വരെ ഇവിടെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നു. വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഭയങ്കര ചൂട്, ഫാൻ ഇട്ടിട്ടും ഭയങ്കര ചൂട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇവിടെ പുറത്ത് ഫാനിൻ്റെ കീഴിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി തണുപ്പ് കിട്ടി, ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ പപ്പ 7 up ഒക്കെ വാങ്ങി. സത്യം പറഞ്ഞാൽ പാലക്കാട് വന്നതിന് ശേഷം ചൂടുവെള്ളം കുടിച്ചിട്ടേ ഇല്ല.
ഫുൾ തണുത്ത വെള്ളമാണ്. കുടിച്ച് ഒരു വഴിയില്ല. ഫുൾ തണുത്ത വെള്ളമായിരുന്നു കേട്ടോ, അത്രയ്ക്ക് ചൂടായിരുന്നു. അങ്ങനെ ഇതേ ലാസ്റ്റ് 7-Up വാങ്ങി ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1:30-ക്കുള്ള ട്രെയിനാണെന്ന് തോന്നുന്നു. 1:45 കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ ദേ എത്തി. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ അതിൽ കയറി. രാത്രി ആകുന്നതിന് ഇരുട്ടായിട്ടോ, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. സ്ലീപ്പർ തന്നെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയി തിരിച്ച് നെയ്യാറ്റിൻകര ഇറങ്ങി. പിന്നെ അവിടെ നിന്നൊരു കടയിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ. അത്രയേ ഉള്ളൂ പാലക്കാട് വിശേഷങ്ങൾ. വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.